കണ്ണൂർ ആറളം പാലത്തിന് സമീപം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ആറളത്ത് വീണ്ടും കാട്ടാനക്കൂട്ടം എത്തിയോ? അവരെ തുരത്തി എന്ന് പറയുമ്പോൾ ആശങ്ക ഒഴിഞ്ഞുവെന്ന് ആണോ? അനുജ, താൽക്കാലിക ആശ്വാസം അല്ലെങ്കിൽ താൽക്കാലികമായ ആശങ്കയ്ക്ക് പരിഹാരം എന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ആറളം പാലത്തിന് സമീപം പൂതക്കുണ്ടിലുള്ള പുഴയുടെ തുരുത്തിലാണ് ഇന്നലെ രാത്രി മുതൽ കാട്ടാനകൾ തമ്പടിച്ചത്. പുലർച്ചെ 6 മണിയോടുകൂടിയാണ് നാട്ടുകാർ ആനകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. പിന്നാലെ തന്നെ വനം വകുപ്പിനെ വിവരം അറിയിച്ചു. വനം വകുപ്പ് ദൗത്യസംഘം ഏറെ നേരം നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഇപ്പോൾ കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താനായിരിക്കുന്നത്. അതായത് ആറളം ഫാമും വനവും ചേരുന്ന പ്രദേശമാണ്. അതിനോട് ചേർന്ന പുഴ അതിരിടുന്ന പ്രദേശത്തിനപ്പുറത്തേക്ക് ജനവാസ മേഖലയാണ്. ആറളം ഫാമിൽ തമ്പടിച്ച ആനകളെ നേരത്തെ വനത്തിലേക്ക് തുരത്തിയിരുന്നു. ഇതേ ആനകൾ തന്നെയാണ് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന. പ്രദേശത്ത് വൈദ്യുതി വേലി അടക്കം സ്ഥാപിച്ചിരുന്നു. പക്ഷെ അതും മറികടന്നാണ് ആനകൾ പാലത്തിന് സമീപത്ത് വരെ എത്തിയത്. മുൻകാലങ്ങളിൽ ഇവിടെ കാട്ടാനകൾ സ്ഥിരമായി എത്താറുണ്ടെങ്കിലും ഇതിനിടയിൽ ഈ വൈദ്യുതി വേലി അടക്കം സ്ഥാപിച്ചതിന് പിന്നാലെ മേഖലയിൽ ആനകളുടെ സാന്നിധ്യം കുറവായിരുന്നു. പക്ഷേ കാട്ടാനകളുടെ വലിയ സംഘം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ജനവാസ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. അതിന്റെ കൂടി ഭാഗമായാണ് വലിയ ദൗത്യ സംഘത്തെ തന്നെ നിയോഗിച്ച് കാട്ടാനകളെ പൂർണ്ണമായും ഈ മേഖലയിൽ നിന്ന് വനത്തിലേക്ക് തുരത്തിയിട്ടുണ്ട്. ഒപ്പം അവിടെയുള്ള വൈദ്യുതി വേലി കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ഇടപെടൽ നടത്തും എന്ന ആറളം പഞ്ചായത്ത് കൂടി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ആറളം പാലത്തിന് സമീപമാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. എന്നാൽ നിലവിൽ ഈ കാട്ടാനക്കൂട്ടത്തെ തുരത്തിയിട്ടുണ്ട് വനത്തിലേക്ക്.